എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും സുഖമായിരിക്കണമെന്ന് കരുതുന്നു. ഞാൻ കഴിഞ്ഞ തവണ വായിച്ചത് ലിയോ ടോൾസ്റ്റോയുടെ ഒരൊറ്റ കോഴിമുട്ട എന്ന കഥയാണ്. അതിൽ കുറച്ച് പേജ് ഞാൻ വായിച്ചിട്ടുള്ളൂ. ആ കഥ എന്താണെന്ന് ഓർമ്മയുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നല്ല സ്നേഹത്തിൽ കഴിഞ്ഞിരുന്ന രണ്ട് അയൽക്കാർ തമ്മിൽ ഒരു കോഴിമുട്ടയുടെ പേരിലുണ്ടാവുന്ന പ്രശ്നങ്ങൾ കോടതി വരെ എത്തി. അപ്പോൾ ഗബ്രിയലും ഇവാനും കൂടിയാണ് കോടതിയിലെ വിചാരണയിൽ കേട്ടുകൊണ്ടിരിക്കുന്നത്. അതിനുശേഷം ഗബ്രിയേല അല്പം വിഷമത്തോടെ പുറത്തേക്ക് ഇറങ്ങി. അതുവരെയാണ് ഞാൻ വായിച്ചു നിർത്തിയത്. ബാക്കി തുടർന്ന് വായിക്കുന്നു, കേൾക്കുന്ന പ്രതീക്ഷയിൽ കേട്ടോ. വായിക്കാനേ. അവരുടെ ഗ്രാമത്തിലേക്ക് കോടതിയിൽ നിന്ന് 7 മൈൽ പോകണം. ഇവാൻ വീട്ടിലെത്തിയപ്പോൾ സമയം വളരെ വൈകിയിരുന്നു. അവൻ കുതിരയെ അഴിച്ചുവിട്ട് ലായത്തിൽ കൊണ്ടുപോയി കെട്ടി. അനന്തരം വീട്ടിനുള്ളിലേക്ക് കയറി. അവിടെ ആരെയും കണ്ടില്ല. മാടിനെ തെളിച്ചു കൊണ്ടുവരുന്നതിന് സ്ത്രീകൾ പോയിരിക്കുകയാണ്. ചെറുപ്പക്കാർ ഇനിയും വയലിൽ നിന്നും മടങ്ങി എത്തിയിട്ടില്ല. ചിന്താമഗ്നനായി ഇവാൻ പോയിരുന്നു. വിധി പ്രസ്താവിച്ചപ്പോഴത്തെ ഗബ്രിയലിന്റെ സ്ഥിതിയെക്കുറിച്ച് അവൻ ഓർമ്മിച്ചു. അവൻ എങ്ങനെ വിളറിപ്പോയി. ഇവാന്റെ ഹൃദയം അതിവേഗം മിടിച്ചു. അപ്പോൾ ആ സ്റ്റോവിന്റെ മുകളിൽ കിടന്നുകൊണ്ട് അവന്റെ പിതാവ് ചുമയ്ക്കുന്നത് കേട്ടു. അവൻ അങ്ങോട്ട് നോക്കി. ആ കിഴവൻ കാല് താഴേക്കിട്ട കിടക്കയിൽ തന്നെ ഇരിക്കുകയാണ്. ആ കിഴവൻ എത്തിവലിഞ്ഞ് സാവധാനം ഒരു കസേരയിൽ വന്നിരുന്നു. ആ ശ്രമത്തിൽ അയാൾ ആകെ ക്ഷീണിച്ചു പോയി. ഒട്ടേറെ നേരം അയാൾ ചുമച്ചു. അവസാനം തൊണ്ടയിൽ നിന്ന് കഫമെല്ലാം പോയി. മേശമേൽ ചാരിക്കൊണ്ടയാൾ ചോദിച്ചു, ശരി, അവനെ ശിക്ഷിച്ചോ? ഉവ്, 20 അടി, അവൻ പറഞ്ഞു. ആ വയസ്സൻ തല കുലുക്കി. ഒരു ചീത്ത ഏർപ്പാട്. അവന് മാത്രമല്ല, അത്രയും തന്നെ നിനക്കും. അവനെ അവർ മുക്കാലയിൽ കെട്ടി അടിക്കും. അത് എന്തെങ്കിലും ഗുണം നിനക്ക് ചെയ്യുമോ? അവൻ വീണ്ടും അങ്ങനെ ചെയ്യില്ല, ഇവൻ പറഞ്ഞു. അവന്റെ ചീത്തത്വം നീ കാണുന്നു, നിന്റെ ദൂഷ്യമൊട്ട് കാണുന്നുമില്ല. അവൻ ചീത്തയും നീ നല്ലവനുമായിരുന്നുവെങ്കിൽ ഇവിടെ ഒരിക്കലും കലഹമുണ്ടാവുകയില്ല. ആരാണ് അവന്റെ താടി പിടിച്ചു വലിച്ചത്? ആരാണ് അവന്റെ വൈക്കോൽ കൂന നശിപ്പിച്ചത്? ആരാണ് അവനെ നിയമകോടതിയിലേക്ക് വലിച്ചിഴച്ചത്? അതെല്ലാം അവന്റെ മേലേക്ക് വലിച്ചെറിഞ്ഞത് നീയാണ്. നീ സ്വയം ഒരു ദുഷിച്ച ജീവിതം നയിക്കുന്നു. അതാണ് തെറ്റ്. കുഞ്ഞെ, നീ ജീവിക്കുന്നത് പോലെയല്ല ഞാൻ ജീവിച്ചത്. ഈ മാർഗമല്ല ഞാൻ നിന്നെ പഠിപ്പിച്ചത്. ഇങ്ങനെയായിരുന്നു ഞാനും അവന്റെ മരിച്ചുപോയ അപ്പനും തമ്മിൽ സാധാരണ കഴിഞ്ഞു പോന്നത്. ഞങ്ങൾ എങ്ങനെയാണ് ജീവിച്ചത്? നല്ല അയൽക്കാർ എങ്ങനെയായിരിക്കണമോ അതുപോലെ. അവിടെ ധാന്യമാവില്ലാതെ വന്നാൽ ഒരുത്തി അവിടെ നിന്ന് ഇങ്ങോട്ട് വരും. ത്രോളിയമ്മാവ, ഞങ്ങൾക്ക് കുറച്ച് മാവ് വേണം. അത് കേട്ടാ ഞാൻ പറയും, കുഞ്ഞെ, ധാന്യപുരയിലേക്ക് ചെല്ല്, നിങ്ങൾക്ക് വേണ്ടത് കൊണ്ടുപോക്കോ. അവിടെ കുതിരകളെ മേയ്ക്കാൻ ആരുമില്ലാതെ വന്നാൽ, ഇവാനെ നീ ചെല്ല്, അവരുടെ കുതിരകളൊക്കെ നോക്ക്, ഞാൻ പറയും. അതുപോലെ തന്നെ എനിക്ക് എന്തെങ്കിലും ഇല്ലാതെ വരികയാണെങ്കിൽ ഞാനും അയാളുടെ അടുത്ത് ചെല്ലും. ഗോർദവ് അമ്മാവ, ഞാൻ പറയും, എനിക്ക് അതും അതും വേണം. എടുത്തോ ത്രോളിയമ്മാവ, അവരും പറയും. അങ്ങനെയായിരുന്നു ഞങ്ങൾ തമ്മിൽ. ഞങ്ങൾക്ക് ആയാസരഹിതമായ ഒരു കാലമായിരുന്നു അത്. എന്നാൽ ഇപ്പോഴോ? ആ പട്ടാളക്കാരനുണ്ടല്ലോ, അവൻ കഴിഞ്ഞ ദിവസം പറയുന്നത് കേട്ടു, പ്ലവനായിലെ യുദ്ധത്തെക്കുറിച്ച്. അവിടെ തുർക്കികളും റഷ്യക്കാരും തമ്മിൽ യുദ്ധം, ഭയങ്കരമായ യുദ്ധം. അത് ജീവിക്കലാണോ? എന്തൊരു പാപമാണ്. നീ ഒരു പുരുഷനാണ്, ഈ വീട്ടിലെ യജമാനനും. നീയാണ് ഇതിനെല്ലാം ഉത്തരം പറയേണ്ടത്. ഈ സ്ത്രീകളെയും കുട്ടികളെയും നീ എന്താണ് പഠിപ്പിക്കുന്നത്? അസഭ്യം പറയാനും അടിപിടി നടത്താനുമല്ലേ? എന്തിന്? ഇന്നലെ നിന്റെ താരാസ്ക, ആ തല തിരിഞ്ഞവൻ, അയൽക്കാരി ഇറാനായെ തെറി പറയുന്നത് കേട്ടു. അവന്റെ അമ്മയും അത് കേട്ടു. അവൾ അതിൽ ആഹ്ലാദിച്ച് ചിരിച്ചു. അത് ശരിയാണോ? അതിന് നീ സമാധാനം പറയേണ്ടി വരും. നീ നിന്റെ ആത്മാവിനെ കുറിച്ച് ചിന്തിക്ക്. ഇങ്ങനെ തന്നെയാണോ എല്ലാവരും വേണ്ടത്? നീ എന്നോട് ഒന്ന് പറയുന്നു, ഞാൻ തിരിച്ച് 2 പറയും. നീ എന്നെ ഒന്നടിക്കുന്നു, ഞാൻ നിനക്ക് 2 തരും. ഇതൊന്നുമല്ല കുഞ്ഞെ വേണ്ടത്. ക്രിസ്തുദേവൻ അദ്ദേഹം ഈ മണ്ണിൽ സഞ്ചരിച്ചിരുന്നപ്പോൾ ഇതിൽ നിന്നെല്ലാം വ്യത്യസ്തമായ ചിലത് അദ്ദേഹം നമ്മെ പഠിപ്പിച്ചു. ഒരുത്തനിൽ നിന്നും നല്ലൊരു കനത്ത പ്രഹരം കിട്ടിയാലും
നീ നിശബ്ദനായി തന്നെ കഴിയുക. അത് അവന്റെ മനസാക്ഷിയെ ഉണർത്തും. അവനെ അവന്റെ ആ മനസാക്ഷി കുറ്റപ്പെടുത്തും. അങ്ങനെയാണ് നമ്മുടെ രക്ഷകൻ നമ്മെ പഠിപ്പിച്ചത്. ഒരു ചെകിട്ടത്തടിച്ചാൽ മറ്റേ ചെകിടും കാണിച്ചു കൊടുക്കുക. എന്നെ തച്ചുകൊള്ളുക, ഞാൻ അതാണ് അർഹിക്കുന്നത് എങ്കിൽ. അതെ, ആ അടിക്കുന്നവന്റെ മനസാക്ഷി അവനെ ശകാരിച്ചു കൊള്ളും. അങ്ങനെയൊക്കെയാണ് അദ്ദേഹം വിഡ്ഢികളും പാപികളുമായ നമ്മെ പഠിപ്പിച്ചത്. അവൻ സമാധാനിക്കും. നീ പറയുന്നത് അവൻ ശ്രദ്ധിക്കും. അഹങ്കരിക്കരുത്. അതെ, അങ്ങനെയാണ് അവൻ നമ്മെ ഉപദേശിച്ചത്. നീ എന്തേ സംസാരിക്കാത്തത്? ഞാൻ പറയുന്നത് പോലെയല്ലേ? ഇവാൻ നിശബ്ദം ഇരുന്ന് കേട്ടു. ആ വയസ്സൻ ചുമച്ചു. വളരെ പ്രയാസപ്പെട്ട് തൊണ്ടയിലെ തടസ്സം മാറ്റി വീണ്ടും സംസാരം തുടർന്നു. നീ വിചാരിക്കുന്നു യേശുദേവൻ നമ്മെ പഠിപ്പിച്ചതെല്ലാം തെറ്റാണെന്ന്, അല്ലേ? അതെ, അതെല്ലാം നമ്മുടെ ഗുണത്തിനു വേണ്ടിയാണ്. നിന്റെ ഇമ്മണ്ണിലെ ജീവിതത്തെക്കുറിച്ച് നീ ഒന്ന് ചിന്തിച്ചു നോക്ക്. അത് സുഖഭൂയിഷ്ടമോ അതോ ദുഃഖം നിറഞ്ഞതോ? നീ ഒന്ന് കണക്ക് കൂട്ട്. ഈ കോടതി കയറ്റത്തിന് എന്തുമാത്രമാണ് നീ ചെലവഴിച്ചത്? അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഈ യാത്രയ്ക്കും ഭക്ഷണത്തിനും മാത്രമായിട്ട് തന്നെ നിനക്ക് എന്ത് ചെലവായി? എത്ര നല്ലവരായിട്ടാണ് നിന്റെ മക്കൾ വളരുന്നത്. നീ ജീവിക്കണം, സുഖമായിട്ട് തന്നെ കഴിയണം. നിന്റെ കഴിവുകൾ തകർന്നു വരികയാണ്. അതെ, ക്ഷയിക്കുകയാണ്. എന്തുകൊണ്ട്? എല്ലാം ഈ വിഡ്ഢിത്തം ഒന്നുകൊണ്ട് മാത്രം, നിന്റെ അഹംബുദ്ധി കൊണ്ട് മാത്രം. നീ നിന്റെ മക്കളുമൊത്ത് നിലമുഴുകുകയും വിതയ്ക്കുകയും ചെയ്യേണ്ടതായിരുന്നു. എന്നാൽ ഈ കുഴപ്പം നിന്നെ കോടതിയിലേക്കാണ് എത്തിച്ചത്, ജഡ്ജിയുടെയും മറ്റു ഉദ്യോഗസ്ഥന്മാരുടെയും അടുത്ത്. സമയത്തിന് നിലമുഴുതുമില്ല, വിതയും നടത്തിയില്ല. ഭൂമിദേവിക്ക് ഇതൊന്നും ശരിക്കും അങ്ങനെ താങ്ങാനാവില്ല. ഓട്സ് എന്തേ ഈ കൊല്ലം മോശപ്പെട്ടത്? നീ എന്നാണ് അത് വിതച്ചത്? എപ്പോഴാണ് നീ ടൗണിൽ നിന്നും തിരിച്ചെത്തിയത് തന്നെ? നീ എന്ത് നേടി? നിന്റെ തോളിന് ഒരു വമ്പിച്ച ഭാരം. എന്റെ കുട്ടി, നിന്റെ സ്വന്തം ജോലികളെ കുറിച്ച് നീ ആലോചിക്ക്. വയലിലും വീട്ടിലും നിന്റെ കുട്ടികളോടൊത്ത് നീ പണിയെടുക്ക്. ആരെങ്കിലും നിന്നെ ദ്രോഹിക്കുന്നുവെങ്കിൽ അവരോട് ക്ഷമിക്ക്. നിന്നിൽ നിന്നും ദൈവം അതാണ് ആവശ്യപ്പെടുന്നത്. അപ്പോൾ ജീവിതം ആയാസരഹിതമാകും, നിന്റെ ഹൃദയം സദാപി സമാധാനം നിറഞ്ഞതും. ഇവാൻ ദീർഘമായി ഒന്ന് നിശ്വസിച്ചു. അപ്പൻ പറയുന്നത് ശരിയാണ്. അവന് തെല്ലൊരു ഹൃദയ ലാഘവം തോന്നി. ഒരു ബുദ്ധിമുട്ടേ ഉള്ളൂ. ഈ സമയത്ത് കാര്യങ്ങളെല്ലാം ശരിയാക്കുന്നത് എവിടെ നിന്നും ആരംഭിക്കണമെന്ന് അവനൊരു നിശ്ചയവുമില്ല. അത്രമാത്രം. ഇവാന്റെ മനസ്സിൽ എന്താണ് നടക്കുന്നതെന്ന് മനസ്സിലാക്കിയിട്ടെന്ന പോലെ ആ വയസ്സൻ വീണ്ടും തുടർന്നു. ഇവാനെ, ചെല്ല്. അത് താമസിപ്പിക്കേണ്ട. പടർന്നു പിടിക്കുന്നതിന് മുമ്പ് തീ കെടുത്ത്. അല്ലെങ്കിൽ അത് വളരെ താമസിച്ചു പോകും. തീ കെടുത്താനുമാകില്ല. ആ കിഴവൻ എന്തോ കൂടുതൽ പറയാൻ തുടങ്ങുകയായിരുന്നു. അതിനു മുമ്പ് കിളികളെ പോലെ ചിലച്ചുകൊണ്ട് ആ സ്ത്രീകൾ കടന്നു വന്നു. ഗബ്രിയേലിൽ നിന്ന് അടി ശിക്ഷ വിധിച്ചതും അവൻ പുരയ്ക്ക് തീ വയ്ക്കുമെന്നും പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയതും അവരുടെ ചെവിയിലെത്തിയിരുന്നു. അതേക്കുറിച്ചുണ്ടായതെല്ലാം അവർ കേട്ടിരുന്നു. അവരുടെ സ്വന്തമായി അല്പസ്വല്പമെല്ലാം അവർ കൂട്ടിച്ചേർക്കുകയും ചെയ്തു. താലി മേയ്ക്കുന്നിടത്ത് വെച്ച് ഗബ്രിയേലിന്റെ സ്ത്രീകളുമായി വീണ്ടും ഇക്കാര്യങ്ങൾ പറഞ്ഞ് ഒരു വഴക്ക് നടത്തി. ഒരു പുതിയ പ്രവൃത്തി കൊണ്ട് ഗബ്രിയേലിന്റെ മരുമകൾ ഭയപ്പെടുത്തിയതും അവർ പറയാൻ തുടങ്ങി. അതെന്താണെന്നല്ലേ? ഗബ്രിയേലിന് ആദ്യം കേസന്വേഷണം നടത്തിയ മജിസ്ട്രേറ്റിന്റെ സഹായമുണ്ട്. അയാൾ ഇതെല്ലാം കീഴ്മേൽ മറിക്കും. ഇവാന്റെ പേരിൽ ആ സ്കൂൾ മാസ്റ്റർ ഒരു ഹർജി തയ്യാറാക്കുന്നു. ഇപ്രാവശ്യം അത് സാർ ചക്രവർത്തിക്ക് തന്നെ സമർപ്പിക്കും. ആ ഹർജിയിൽ എല്ലാം ചേർത്തിട്ടുമുണ്ട്. വണ്ടിച്ചക്രത്തിന്റെ കാര്യവും അടുക്കളത്തോട്ടത്തിന്റെ കാര്യവുമെല്ലാം. അതിന്റെ ഫലമോ? ഇവാന്റെ കുടിയിരിപ്പിന്റെ പകുതി ഭാഗം വളരെ വേഗം തന്നെ അവരുടേതായി തീരുകയും ചെയ്യും. അവർ എന്താണ് പറയുന്നതെന്ന് ഇവാൻ കേട്ടു. വീണ്ടും അയാളുടെ ഹൃദയം പ്രതികാരപൂർണമായി. ഗബ്രിയലുമായി സന്ധിയും സമാധാനവും ഉണ്ടാക്കൂ എന്ന ചിന്തയെ അവൻ ഉപേക്ഷിച്ചു. ഒരു കൃഷിക്കളത്തിൽ വീട്ടുകാരനവർക്ക് എപ്പോഴും വല്ലതും ചെയ്യാനുണ്ടായിരിക്കും. സ്ത്രീകളോട് സംസാരിക്കാൻ അയാൾ നിന്നില്ല. അവൻ മെതിക്കളത്തിലേക്കും ധാന്യപ്പുരയിലേക്കുമായി പോയി. അവിടമെല്ലാം അടിച്ചുവാരി വൃത്തിയാക്കിയപ്പോഴേക്കും സൂര്യൻ അസ്തമിക്കാറായി. വയലിൽ നിന്ന് അവന്റെ മക്കളും മടങ്ങിയെത്തി. അവർ മഞ്ഞുകാല വിളവിനു വേണ്ടി വയലിൽ ഉഴുകുകയായിരുന്നു. ജോലിക്കാര്യങ്ങൾ അവരോട് അന്വേഷിച്ചു. പണിയായുധങ്ങൾ അവിടെ അതാതിന്റെ സ്ഥാനങ്ങളിൽ ഒതുക്കാൻ അവരെ സഹായിച്ചു. കുതിരയുടെ പൊട്ടിയ കഴുത്തുപട്ട മാറ്റിയിട്ടു.
അത് ശരിപ്പെടുത്തണം. അയാൾ ധാന്യപ്പുരയുടെ കീഴിൽ കുറെ കറ്റകൾ അടുക്കാൻ ശ്രമിക്കുകയായിരുന്നു. പക്ഷെ ഇരുട്ടായിപ്പോയി. അതുകൊണ്ട് അത് അടുത്ത ദിവസത്തേക്ക് മാറ്റിവെച്ചു. മാടിന് പുല്ലും വെള്ളവും കൊടുത്തു. ഗേറ്റ് തുറന്നു. അവന്റെ കുതിരയെ രാത്രി മേയുന്നതിനു വേണ്ടി മേച്ചൽ സ്ഥലത്തേക്ക് തെളിക്കാൻ പോവുകയായിരുന്നു. എന്നാൽ അവൻ വീണ്ടും പടിയടച്ച് വിലങ്ങനെ കമ്പിയിടുകയാണ് ഉണ്ടായത്. ഇപ്പോൾ അവൻ ആലോചിച്ചു, അത്താഴം കഴിച്ച് കിടക്കാം. അവൻ കുതിരയെ പിടിച്ചുകൊണ്ട് കുടിലിലേക്കും തന്നെ മടങ്ങി. ഈ സമയം കൊണ്ട് ഗബ്രിയലിനെ കുറിച്ച് അവന്റെ അപ്പൻ പറഞ്ഞതെല്ലാം മറന്നു കഴിഞ്ഞിരുന്നു. വാതിൽ തുറന്ന് അകത്തേക്ക് കയറാൻ ഭാവിച്ചപ്പോൾ വേലിക്കപ്പുറത്ത് ഗബ്രിയലിന്റെ ശബ്ദം കേൾക്കായി. അവൻ ആരെയോ ശപിക്കുകയും ശകാരിക്കുകയുമാണ്. ആ പിശാചിനെ എന്തിനു കൊള്ളാം? ഗബ്രിയലിന്റെ സംസാരമാണ്. അവനെ കൊല്ലണം. അതെ, അവനെ അറുക്കാൻ കൊള്ളാം. ഈ വാക്കുകൾ അയൽക്കാരോട് ഇവാനുണ്ടായിരുന്ന വിരോധത്തെ വീണ്ടും ഉണർത്തി. ഗബ്രിയലിന്റെ ചീത്തവിളി അവൻ ശ്രദ്ധിച്ചു. അത് അവസാനിച്ചപ്പോൾ ഇവാൻ വീട്ടിനുള്ളിലേക്ക് കയറിപ്പോയി. അകത്ത് വിളക്ക് കത്തുന്നുണ്ട്. മരുമകൾ നൂൽ നൂൽക്കുകയാണ്. അവന്റെ ഭാര്യ അത്താഴം ശരിയാക്കുകയും. അവന്റെ മൂത്ത മകൻ ചെരുപ്പ് തുന്നുന്നു. രണ്ടാമത്തെ മകൻ പുസ്തകവുമായി മേശയ്ക്കരികിൽ ഇരുന്ന് വായിക്കുന്നു. താരാസ് രാത്രിയിൽ കുതിരയെ മേച്ചൽ സ്ഥലത്ത് കൊണ്ടുപോകാൻ തയ്യാറാവുകയാണ്. വീട്ടിൽ എല്ലാം സന്തുഷ്ടിയും സംതൃപ്തിയും ഉളവാക്കുന്ന വിധം തന്നെ. എന്നാൽ ആ നശിച്ച അയൽക്കാർ. ഇവാൻ വീട്ടിനുള്ളിൽ കടന്നു. ബെഞ്ചിൽ നിന്നും പൂച്ചയെ അവൻ എടുത്തെറിഞ്ഞു. സ്ത്രീകളെ ദേഷ്യപ്പെട്ടു. അവനാകെ ഒരു നിരാശ തോന്നി. അതോടൊപ്പം കോപവും. അവൻ നിലത്തിരുന്നു കുതിരയുടെ കഴുത്തുപട്ടം നന്നാക്കാൻ ഭാവിച്ചു. ഗബ്രിയലിന്റെ വാക്കുകൾ അപ്പോഴും അവന്റെ ചെവിയിൽ മുഴങ്ങിക്കൊണ്ടിരുന്നു. കോടതിയിൽ വെച്ചുള്ള ഭീഷണിയും. അപ്പോൾ അവൻ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞ അവനെ കൊല്ലണം എന്ന വാക്കുകളും. അവന്റെ ഭാര്യ താരാസിന് അത്താഴം കൊടുത്തു. അവൻ ഭക്ഷണം കഴിച്ചതിന് ശേഷം ഒരു പഴയ ആട്ടിൻതോൽ കുപ്പായവും അതിനു പുറത്ത് ഒരു കോട്ടും ധരിച്ചു. ഒരു അരക്കച്ച വരിഞ്ഞു മുറുക്കി കെട്ടി. കുറച്ച് ഭക്ഷണവും എടുത്ത് അവൻ കുതിരയുടെ അടുത്തേക്ക് പോയി. അവന്റെ മൂത്ത മകൻ താരാസിനെ അയക്കാൻ അവന്റെ കൂടെ ചെന്നു. വെളിയിൽ കട്ടികൂടിയ ഇരുട്ട്. കാർമേഘങ്ങൾ തൂർന്നു കൂടിയിട്ടുണ്ട്. കാറ്റ് ചുറ്റി അടിക്കുവാൻ തുടങ്ങിയിരിക്കുന്നു. ഇവാൻ പടിയിറങ്ങി ചെന്ന് ആ കുട്ടിയെ കുതിരപ്പുറത്തേറ്റുന്നതിന് സഹായിച്ചു. കുതിരക്കുട്ടി അവന്റെ പിന്നാലെ കൂടി. ഗ്രാമവീഥിയിലേക്ക് താരാസ് കുതിരയെ നയിച്ചപ്പോൾ ഇവാൻ അവിടെ നിന്ന് ശ്രദ്ധിച്ചു. അങ്ങവിടത്തിൽ മറ്റു കുട്ടികളോടൊപ്പം താരാസും ചേർന്നു. അവരെല്ലാം പോകുന്നത് വരെ ഇവാൻ അവിടെ തന്നെ നിന്നു. ഗബ്രിയലിന്റെ വാക്കുകൾ അപ്പോഴും അവന്റെ തലയിൽ കിടന്ന് ഓളം വെട്ടുന്നുണ്ടായിരുന്നു. നീ ഓർമ്മിച്ചോ, നിന്റേതും ചിലത് ഇതിനേക്കാൾ കൂടുതലായി കത്തിയെരിയും. അവൻ തീരെ നിരാശനായിരിക്കുന്നു. ഇവാൻ ആലോചിച്ചു. എല്ലാം ഉണക്കു പിടിച്ചു കിടക്കുകയാണ്. അതിനു പുറമെ കാറ്റിന്റെ കാലവും. അവൻ എപ്പോഴെങ്കിലും പിന്നിൽ വന്ന് തീ വെച്ചിട്ട് രക്ഷപ്പെടും. ചതിയൻ. അതെ, അവൻ അത് ചെയ്യുമ്പോൾ ഒരുത്തൻ അവനെ പിടിച്ചാൽ പിന്നെ അവനെ രക്ഷപ്പെടാൻ സാധ്യമല്ല. ഈ ചിന്ത അവന്റെ ഉള്ളിൽ ശരിക്കും ഉറച്ചു കഴിഞ്ഞു. അവൻ പടി കയറിയില്ല. തെരുവിലേക്ക് തന്നെ ഇറങ്ങി. ആ കോണിലെത്തി. ഞാൻ ഈ കെട്ടിടത്തിന് ചുറ്റും നടക്കും. വേലിക്ക് മുകളിലൂടെ അവൻ ചുറ്റിനും നോക്കി. എല്ലാം ഭദ്രമായി തന്നെ ഇരിക്കുന്നു. ഇരുട്ടുമായി അവന്റെ കണ്ണ് ഇഴുകിച്ചേർന്നതോടെ അങ്ങേയറ്റത്തുള്ള മൂലയിലെയും വിവരം അവന് കാണാൻ കഴിയുന്നുണ്ട്. ഒരു കലപ്പയും ആട്ടിൻകുട്ടികളും അവിടെയുണ്ട്. അവൻ കുറെ നേരം അങ്ങനെ നോക്കി നിന്നു. ആരെയും കാണുന്നില്ല. അതൊരു തെറ്റിദ്ധാരണയായിരിക്കാം, ഇവാൻ വിചാരിച്ചു. എന്നാലും ഞാൻ ചുറ്റിനും നടക്കും, അവൻ തീരുമാനിച്ചു. ഇവാൻ ഷെഡിന്റെ അടുത്തുകൂടെ പോയി. അവൻ വളരെ സാവധാനമാണ് നടന്നത്. അവന്റെ കാലടികളുടെ ശബ്ദം അവന് പോലും കേൾക്കാൻ കഴിഞ്ഞില്ല. ആ മൂലയ്ക്ക് അവൻ എത്തിയതോടെ ആ കലപ്പയുടെ സമീപത്തായി നിമിഷ നേരത്തേക്ക് ഏതോ ആളിക്കത്തി അണഞ്ഞു. ഇവാന് ഹൃദയത്തിൽ എന്തോ ഒന്ന് തറച്ച പോലെ തോന്നി. അവൻ അവിടെ നിന്നു. അതേ സ്ഥലത്ത് തന്നെ വീണ്ടും കൂടുതൽ പ്രകാശം ആളി പടർന്നു. അവിടെ വളരെ വ്യക്തമായി തൊപ്പിയുള്ള ഒരു മനുഷ്യനെ അവൻ കണ്ടു. അവൻ പുറംതിരിഞ്ഞ് കുനിഞ്ഞു നിൽക്കുകയാണ്. അവന്റെ കയ്യിലുള്ള ഒരു പിടി വൈക്കോലിൽ തീ കത്തിക്കുന്നു. ഇവാന്റെ ഹൃദയം ഒരു പക്ഷിയെ പോലെ ചിറകിട്ടടിച്ചു. വളരെ പ്രയാസപ്പെട്ട് വലിഞ്ഞു നീങ്ങി അവൻ നടന്നു. അവന് കാലുണ്ടെന്ന് പോലും തോന്നിയില്ല. ഇവാൻ ആലോചിച്ചു. അവൻ ഇനിയിപ്പോൾ രക്ഷപ്പെടുകയില്ല. അവനെ അവന്റെ പ്രവൃത്തിയോടുകൂടി ഞാൻ പിടിക്കും. ഇവാൻ ഇപ്പോഴും തെല്ലകലത്തിലാണ്. അതാ വീണ്ടും മുന്നേ പോലെ തെളിഞ്ഞ പ്രകാശം കാണുന്നു. ഒരിടത്ത് മാത്രമല്ല, പലയിടങ്ങളിലായി. അവ വെറും ചെറിയ പ്രകാശങ്ങളുമല്ല. ആട്ടിൻകുട്ടികളെ അടയ്ക്കുന്ന ആലയ്ക്കാണ് തീ പിടിച്ചിരിക്കുന്നത്. തീജ്വാല മോന്തായം വരെ എത്തിക്കഴിഞ്ഞിരിക്കുന്നു.
അതിന്റെ ചുവട്ടിൽ നിൽക്കുന്ന ഗബ്രിയലിന്റെ പൂർണ്ണമായ രൂപം ശരിക്കും കാണാം. ഒരു കല്ലറാഞ്ചി വാനമ്പാടിയുടെ പുറത്തേക്കെന്ന പോലെ ഇവാൻ ചാടി വീണു. ഇപ്പോൾ അവനെ എനിക്ക് കിട്ടും, ഇനി അവൻ രക്ഷപ്പെടുകയില്ല, ഇവാൻ വിചാരിച്ചു. എന്നാൽ ഇവാന്റെ കാൽപെരുമാറ്റം അവൻ എത്ര തന്നെ ശ്രദ്ധിച്ചിട്ടും ഗബ്രിയേൽ കേട്ടിരിക്കണം. അവൻ ചുറ്റും കണ്ണോടിച്ചു. ഒരു മുയലിനെ പോലെ ധാന്യപുരയുടെ അടുത്തുകൂടെ കുതിച്ചു. നിനക്ക് രക്ഷപ്പെടാനൊക്കെയില്ല, ഇവാൻ വിളിച്ചു കൂവിക്കൊണ്ട് അവനെ പിന്തുടർന്നു. ഗബ്രിയലിനെ പിടിക്കാൻ എത്തിയപ്പോഴേക്കും അവൻ തെന്നി മാറിക്കളഞ്ഞു. ഇവാൻ ഒരു വിധത്തിൽ ഗബ്രിയലിന്റെ കോട്ടിൽ കടന്നു പിടിച്ചു. അത് കീറിപ്പോയി. ഇവാൻ മറിഞ്ഞു വീണു. അവൻ എഴുന്നേറ്റ് വിളിച്ചു കൂവി, അവനെ പിടിച്ചോണേ, സഹായിക്കണേ, കള്ളന്മാർ, കൊലപാതകം. അവൻ വീണ്ടും ഓടി. അപ്പോഴേക്കും ഗബ്രിയൽ അവന്റെ പടിവാതിൽക്കൽ എത്തിക്കഴിഞ്ഞിരുന്നു. അവിടെ വെച്ച് ഇവാൻ ഗബ്രിയലിന്റെ മുന്നിൽ കയറി. അവനെ പിടിക്കാനാഞ്ഞു. അപ്പോഴേക്കും ഇവാന് ചെവി അടച്ചു പോകുമാറ് എന്തുകൊണ്ടോ ഒരടി കിട്ടി. കല്ലുകൊണ്ട് നെറ്റിയിൽ ഇടിച്ചതുമാകാം. പിടിവാതിലിനടുത്ത് കിടന്ന ഓട്ടിൻ കഷ്ണം കൊണ്ട് ഗബ്രിയൽ അവന്റെ ശക്തിയെല്ലാം എടുത്താണ് അടിച്ചത്. അങ്ങനെ രണ്ടാം ഭാഗം ഞാൻ തൽക്കാലം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഗബ്രിയലും ഇവാനും തമ്മിലുള്ള അടിപിടിയ മുറുകിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ മൂന്നാം ഭാഗത്തിൽ ബാക്കി വായിക്കാം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം.